കുഞ്ഞമ്മ ഒരു കാര്യം പ്രസാദിനോട് പറയണം. ഈ പളപളാന്ന് മിന്നുന്ന സിൽക്ക് ജുബ ഭയങ്കര പോറ. പിന്നെ കഴുത്തിലെ സ്വർണമാല എടുത്ത് പുറത്തിടുന്നത് അതും അതിലും പോറ. ഇതാണ് ശരിക്കും അസൂയ. അവനോടോ? എനിക്കോ? ഛേ, എടാ, എനിക്ക് കിട്ടിയ ഭാഗം എന്റെ ഒരേ ഒരു മകനായ പ്രസാദിനുള്ളതാ. പക്ഷേ ലളിത ചേച്ചിക്ക് കിട്ടിയതേ നിനക്കുള്ളതല്ല, നിന്റെ ഭാര്യക്കുള്ളതാ. ഞങ്ങൾക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് അവകാശപ്പെട്ടതല്ല എന്റെ ഭർത്താവിനും അവകാശപ്പെട്ടതാ. സരോജം വന്ന് വീട് കാണാനല്ലേ? ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴെങ്കിലും തമ്മിലടിക്കാതിരിക്കാം. ഡേ, ആ, ഈ വീടിന് എത്ര രൂപയായെന്നാ ചേച്ചി പറഞ്ഞത്? 35 ലക്ഷം. അയ്യോ അയ്യോ, 35 ലക്ഷം? ഈ കിളിക്കൂടിനോ? കാശായിട്ട് 20 ലക്ഷമല്ലേ ചേച്ചിക്ക് കിട്ടിയുള്ളൂ. ബാക്കി 15 ലക്ഷം എവിടെ നിന്നുണ്ടാക്കി? അത് ഞങ്ങൾ ലോൺ എടുത്തു. ലോണോ? എന്തിനാ ഓർമ്മയില്ലാതെ ഇങ്ങനെ പിച്ചും പേയും പറയുന്നത്? ലോൺ എടുക്കാൻ ആലോചിച്ച സത്യ. അപ്പോഴാ ചേട്ടന്റെ പേരിൽ ഒരു പഴയ വസ്തു ഒരു പ്രയോജനവും ഇല്ലാതെ കിടക്കുന്നല്ലോ എന്ന് ഓർത്തത്. ഏതാടിയാ വസ്തു? ഞങ്ങൾ അതങ്ങ് വിറ്റു. പണ്ടൊക്കെ ചേച്ചി പറഞ്ഞിട്ടുള്ളത് രവീന്ദ്രൻ ചേട്ടന്റെ പേരിൽ 1 സെന്റ് പോലും ഇല്ലെന്നാ. അയ്യോ, ഇവര് കൊളം. അല്ല, അത് പിന്നെ ഈ സ്ഥലം എന്റേതാണെന്ന് എനിക്ക് പോലും ഓർമ്മ വന്നത് ലളിതയ്ക്ക് ഭാഗം കിട്ടിക്കഴിഞ്ഞപ്പോഴാ. അല്ല അല്ലേ? സരോജ കുഞ്ഞമ്മ വീട് കാണാൻ വന്നപ്പോഴാ. അയ്യോ, ഇതുവരെ നമ്മൾ വീടിന്റെ പുറവല്ലേ കണ്ടുള്ളൂ. ഇനി നമുക്ക് അകം കൂടെ കാണാം. വന്നാട്ടെ, വരൂ. വന്നാട്ടെ. $35 ലക്ഷം എന്ന് പറഞ്ഞാല് ഫർണിച്ചറും പിന്നെ ഈ അലങ്കാരത്തിന് വച്ചിരിക്കുന്ന അലങ്കാര വസ്തുക്കളും ഒക്കെ ചേർത്താണ്. ഈ മീനും ടാങ്കൊക്കെ വീടിന്റെ കൂടെ വെറുതെ കിട്ടിയതാണോ? അയ്യോ കുഞ്ഞമ്മേ, ഈ മീന് സാധാരണ മീനല്ല. കണ്ടാലറിഞ്ഞൂടെ? പണ്ട് ഈ വീട് വെക്കുന്നതിന് മുമ്പ് ഇതൊരു കുളമായിരുന്നു. കുളം നികത്തി വീട് വെക്കാൻ വേണ്ടി ആലോചിച്ചപ്പോ പ്രശ്നം വെച്ചു നോക്കി. പ്രശ്നം വെച്ചപ്പോ ഈ കുളത്തിലെ മീനുകൾക്ക് ദിവ്യത്വമുണ്ട്. ഇവിടെ മഹാലക്ഷ്മി വാസം ഉണ്ടെന്ന്. അതുകൊണ്ട് ഈ വീട് വെച്ചവര് കുളം നികത്തിയപ്പോ മീനുകളെ കൊല്ലാതെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്ത് അതിനകത്ത് വളർത്തി. അന്നത്തെ മീനുകളുടെ സന്തതി പരമ്പരകളാണ് ഇത്. ഷെയറിന്റെ വിലയൊന്നും കൂടിയാ ഇപ്പൊ കയ്യിലുള്ള ഷെയർ കൊടുത്ത് വേറൊരു ഫിഷ് ടാങ്ക് മോളിൽ കെട്ടണം. അയ്യോ വേണ്ട വേണ്ട, മരുമകന്റെ പൈസ കൊണ്ട് എന്റെ വീട്ടിൽ ഒന്നും ചെയ്യണ്ട. മരുമക്കളുടെ പണം കൊണ്ട് ഒരു ദിവസമെങ്കിലും ജീവിക്കുന്ന അച്ഛനമ്മമാരുടെ കാര്യം വലിയ കഷ്ടമാണേ. ചേച്ചി പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്കിട്ടൊരു കുത്ത്. വീട് നന്നായിട്ട് എന്താ കാര്യം? മനസ്സ് നന്നാവണ്ടേ? സ്വന്തം ചേച്ചിയാണല്ലോ, അവൾക്കൊരു മേൽഗതി വരുമ്പോ അത് നേരിൽ കണ്ട് സന്തോഷിക്കണമല്ലോ എന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് ശരിയാ. കുഞ്ഞമ്മ വിഷമിക്കണ്ട. അമ്മ സ്വത്ത് കിട്ടിക്കഴിഞ്ഞപ്പോ ആളാകെ മാറി. എന്നോടും സുനിലിനോടും പോലും ഇപ്പൊ ഈ രീതിയിലാ സംസാരം. കുഞ്ഞമ്മയ്ക്ക് അടുക്കള കാണണ്ടേ? വന്നാട്ടെ, വരൂ. കഷ്ടം. എങ്ങനുണ്ട് അടുക്കള? ഇത് US-ലൂടെ എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തയച്ചതാ. ഓ, അമ്മായി, ഓംലെറ്റ് ഉണ്ടോ? ഓംലെറ്റ്. ഈ പാത്രങ്ങളൊക്കെ പുതിയതാണല്ലോ. പുതിയതും ഉണ്ട് പഴയതും ഉണ്ട്. പക്ഷെ പഴയ വീട്ടിലെല്ലാം അലുമിനിയം പാത്രങ്ങളായിരുന്നു. 3-4 സ്റ്റീൽ പാത്രങ്ങളും ഉണ്ടായിരുന്നു. അതിന് നീ എപ്പോഴെങ്കിലും എന്റെ വീട്ടിൽ വന്ന് പാത്രങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഹോ, അസൂയ. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും 35 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ നഷ്ടം തന്നെ.
ആ അത് ശരിയാ. ആരോ ചേച്ചിയെ ശരിക്കും പറ്റിച്ചതാ. പറ്റിച്ചെങ്കിലേ കണക്കായിപ്പോയി. നിന്റെ അടുത്ത് വന്ന് പണം എരുന്ന് വാങ്ങിയല്ലോ ഞാൻ ഈ വീട് വാങ്ങിയത്. രവീന്ദ്രൻ ചേട്ടാ, സുനിലേ, കോമളം, ഞാൻ പോകുന്നു. സന്തോഷിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ചേച്ചി കാതിലേക്ക് തുപ്പി തന്നതോ വിഷം നിറഞ്ഞ വാക്കുകൾ. ഹോ, എന്റെ അമ്മോ, മനുഷ്യരിങ്ങനെ മാറുവോ? അല്ല അങ്ങനെ പോകാതെ. ഇനി ഞാനിവിടെ നിൽക്കത്തില്ല. 35 ലക്ഷത്തിന്റെ വീട് പോലും 35 ലക്ഷത്തിന് എന്താ ഒരു വിലയല്ലേ? കുഞ്ഞമ്മോ, പ്രഭയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. പോയി. അവക്കേ പണ്ടേ എന്നോട് കണ്ണുകടിയ, ഇപ്പൊ അത് കൂടി. അല്ല നീ എന്തിനാ 35 ലക്ഷം ഒന്ന് കൂട്ടി പറയാൻ പോയത്? അത് ശരിയാ. 35 ലക്ഷത്തിന് ഈ വീട് നഷ്ടമാണെന്ന് ഏത് പൊട്ടന്മാർക്കും അറിയാം. അതെങ്ങനാ? സ്വന്തം ഭർത്താവിന് എന്നെ ഭാര്യയോട് അസൂയ, പിന്നെ മറ്റുള്ളവർക്ക് തോന്നൽ അത്ഭുതമുണ്ടോ? ഡേ, എനിക്ക് നിന്നോട് അസൂയുണ്ടോ? ഇല്ല, പക്ഷെ എനിക്ക് സുനിലിനോടുണ്ട്. എന്തിന്? ആ പ്രഭ സുനിലിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കാണുമ്പോ എനിക്ക് അസൂയ വരും. എങ്കിൽ പിന്നെ നിനക്ക് അതിനേ നേരം കാണും. സുനിലേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ അനിയത്തിയുടെ മുന്നിൽ വെച്ച് എന്നെ കൊച്ചാക്കരുത്. കുളത്തിന്റെ മീനിന്റെ ഒക്കെ കഥ പറഞ്ഞത് എന്നെ കൊച്ചാക്കാനല്ലേ? എന്റെ അമ്മായി, ഞാൻ ആ കഥ പറഞ്ഞത് ഇവിടെ മഹാലക്ഷ്മി വാസം ഉണ്ടെന്ന് സമർത്ഥിക്കാനല്ലേ. ആരാ ഇവിടത്തെ മഹാലക്ഷ്മി? ആരാ? അമ്മായി. നല്ലതാര്? എനിക്ക് മഹാലക്ഷ്മി നീ. കൊച്ചേട്ടാ, അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ ബാങ്കിൽ കയറി കുറച്ച് കാശിട്ടിട്ട് വരാമോ? എനിക്ക് വയ്യാഞ്ഞിട്ടാ. ആഹാ, പറ്റില്ലല്ലോ കൊച്ചുമാവ. ഒരു കാരണവശാലും ബാങ്കിൽ പോണ്ട. കാശ് അങ്ങോട്ട് അടയ്ക്കുകയോ ഇങ്ങോട്ട് എടുക്കുകയോ വേണ്ട. അതൊക്കെ ശ്രീമതി സുശീലാമ്മ തന്നെ ചെയ്തു പഠിക്കണം. കൊഞ്ചിച്ച് കൊഞ്ചിച്ച് എന്റെ അച്ഛൻ വഷളാക്കി അമ്മേ. ഇപ്പോഴും പുറത്തിറങ്ങി 4 അടി തനിച്ച് നടക്കാൻ പേടി. ആ കക്ഷി ആ ക്രിമിനൽ കേസിൽ പ്രതിയായതെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് തമാശ. എനിക്ക് വയ്യ മോളെ. ആളുകൾ തുറച്ചു നോക്കുന്നത് പോലെ തോന്നും. അവര് ചിലപ്പോ പത്രത്തിൽ ന്യൂസ് വായിച്ചു കാണും, TV-യിൽ എന്നെ കണ്ടും കാണും. അതുകൊണ്ടാ. കേസ് തീർന്നിട്ട് ഞാൻ തനിച്ചു പൊയ്ക്കോളാം. ആ, കേസ് തീരുമ്പോ അമ്മ വേറെന്തേലും ന്യായം കണ്ടുപിടിക്കും. എന്റെ അമ്മേ, ഇന്നോ ഇന്നലെയാണോ ഈ പേടി ഞാൻ കാണാൻ തുടങ്ങിയത്? അച്ഛനുള്ളപ്പോ മുതൽ ഇത് തന്നെയാ കൊച്ചമ്മാവ സ്ഥിതി. അയ്യോ, കൊച്ചമ്മാവൻ ഈ പഴഞ്ചൻ സ്റ്റൈലിലുള്ള കുപ്പായം ഉള്ളോ ഇടാൻ? ഞാൻ നല്ലൊരു ഷർട്ട് വാങ്ങി തരട്ടെ? നല്ല പുതിയ സ്റ്റൈൽ ഷർട്ട് ഇട്ട് ഒരു സ്റ്റൈലും പാന്റും കൂടി ഇട്ടാ കൊച്ചമ്മാവൻ നല്ല കുട്ടപ്പനാവും. പിന്നെ ആളാകെ മാറും. ഏത് പെണ്ണ് കണ്ടാലും ഒന്ന് നോക്കും. അയ്യോ, പണ്ടേ കൊച്ചേട്ടൻ ഇങ്ങനെയാ. ഒരിക്കൽ ഒരു ഷർട്ട് വേണമെന്ന് പറഞ്ഞതിന് വലിയേട്ടൻ പിടിച്ച് തല്ലി. അതിൽ പിന്നെ കൊച്ചേട്ടൻ ഒന്നും ആവശ്യപ്പെടാറില്ലായിരുന്നു വളർന്നപ്പോഴും. നോക്കിക്കോ, ഈ ഓണത്തിന് ഞാൻ കൊച്ചമ്മാവന് 1-4 ഷർട്ടും പാന്റും വാങ്ങും. എന്നിട്ട് ആ മുടിയൊക്കെ ഒന്ന് നീട്ടി വളർത്തി ഒരു മീശയും ഫിറ്റ് ചെയ്ത് ആളെ നല്ല സുന്ദരനാക്കും. എന്നിട്ട് വേണം ഒരു കൊച്ചമ്മായിയെ കൂടി കൊണ്ടുവരാൻ. അത് ചേട്ടത്തി പണ്ടേ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളതല്ലേ. പിന്നെ ഈ അമ്പലത്തിൽ പോകാൻ മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോരാ കൊച്ചേട്ടൻ. വല്ലപ്പോഴും ബാങ്കിലും നമ്മുടെ കടയിലും ഒക്കെ പോയി തുടങ്ങണം. നീ വെറുതെ എതിർക്കരുത്. അമ്മയും കൊച്ചമ്മാവനും കൂടി അങ്ങ് പോയാ മതി. ഈ അമ്മ എന്താ ഇങ്ങനെ ആയി പോയതെന്റെ ഈശ്വര. ശനിയാഴ്ച തോറും കൊച്ചേട്ടൻ അമ്പലത്തിൽ പോവും. പായസം ഉണ്ണിയപ്പം വാങ്ങി വരും. ഈ പെണ്ണ് അതൊക്കെ തിന്ന് തടിക്കാൻ തുടങ്ങി. ഇനി നോക്കിക്കോ, ചെറുക്കന് കിട്ടാൻ പാടുപെടും. അതെ അതെ, കാണുന്നവരൊക്കെ ഇപ്പൊ ചോദിക്കുന്നതേ ഞാൻ അമ്മയുടെ അനിയത്തിയാണോന്നാ. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോ ചോദിക്കും അമ്മയുടെ ചേച്ചിയാണോന്ന്. പോടി എവിടുന്ന്. കൊച്ചമ്മാവനെ മനസ്സിലാക്കി സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാവില്ലേ അമ്മ ഈ ലോകത്ത്? ഏതെങ്കിലും ഒരു സ്ത്രീ കൊച്ചമ്മാവനെ കുറ്റപ്പെടുത്തുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യാതെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ആരെങ്കിലും. അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരാളെ കിട്ടാൻ പ്രയാസമാണെങ്കിലും. എന്ത് പ്രയാസം? ഞാൻ മുരുകൻ ചേട്ടനെ സ്നേഹിച്ചില്ലേ?
മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേ മോളെ? എഴുതിയും മായ്ച്ചും വീണ്ടും എഴുതിയും കളിക്കാനുള്ള കടലാസോ സ്ലേറ്റോ ആണോ മനസ്സ്? എന്റെ മനസ്സിൽ ഞാൻ എഴുതിയ അക്ഷരങ്ങൾ കുറെ കൂടി തെളിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ലല്ലോ. വേണ്ട, ആ കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ നല്ല ദിവസം കളയണ്ട. അമ്മ വന്നേ, നമുക്ക് അടുക്കളയിൽ എന്താ പണിയെന്ന് നോക്കാം. വാ. ഈ ബാങ്കിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോഴാ എനിക്കെന്തോ മാനേജറുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നത് ഓർക്കുമ്പോ ഞാനെന്തോ അങ്ങ് ചെറുതാകുന്നത് പോലെ. പിന്നെ അയാൾ പിടിച്ചങ്ങ് തിന്നും. അമ്മയൊന്ന് ചുമ്മാ ഇരുന്നേ. ദേ, ആ കടക്കാരൻ വാടക എത്തിച്ചാൽ ഉടനെ അമ്മ ബാങ്കിൽ പൊക്കോണം. അമ്മയുടെ ബാങ്ക് പേടി ഒന്ന് മാറ്റിയിട്ട് തന്നെ കാര്യം. വന്നേ. അയ്യോ, വന്ന് വന്ന് പെണ്ണ് മഹാനിഷേധിയായി. നല്ലൊരു കാര്യത്തിന് വഴിപാടായി നീരാഞ്ജനം നടത്താൻ വന്നതാ. ശാസ്താവിന്റെ മുന്നിൽ കത്തിക്കാനുള്ള എണ്ണയും തിരിയുണ്ടാ മണ്ണി കിടക്കുന്നു. പരീക്ഷയ്ക്ക് നിനക്ക് കിട്ടും മാർക്ക് വട്ട 0. നോക്കിക്കോ. ഞാൻ സൂക്ഷിച്ചു പിടിച്ചതാ അമ്മേ. എങ്ങനെ താഴ്പോന്ന് എനിക്ക് അറിയില്ല. സൂക്ഷിച്ച പിന്നെ എങ്ങനെയാടി താഴെ വീഴുന്നത്? തേങ്ങാമുറി ഞാൻ കൈ വെച്ചോളാന്ന് നിന്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞതല്ലേ? എന്റെ പേരിലുള്ള വഴിപാടാന്ന് പറഞ്ഞ് നീയല്ലേ അവിടുന്ന് ചാടി കയറി എടുത്തത്? എന്റെ ധർമ്മശാസ്താവേ, അയ്യപ്പ പൊറുക്കണേ. ഇവൾക്കല്ലെങ്കിലും കണ്ടത് ശനി കാലമാണേ. ദോഷങ്ങളൊന്നും വരുത്തില്ലേ അയ്യപ്പ. നിനക്കറിയാമോ ദിവ്യ അയാളെ? പേരൊന്നും അറിയില്ല അമ്മേ. 1-2 തവണ ഇവിടെ തൊഴാൻ വരുമ്പോ കണ്ടിട്ടുണ്ട്. തിരുമേനിയുടെ തട്ടിലിടാനുള്ള 5 രൂപയെ ഇനി എന്റെ കയ്യിൽ ബാക്കിയുള്ളൂ. ഞാൻ വേറെ പൈസ ഒന്നും എടുത്തതുമില്ല. ശാസ്താവേ, അതാ ആ അങ്കിള് കൊണ്ടുവരുന്നു. അല്ല, ധർമ്മശാസ്താവേ, ദിവ്യ, നീ അങ്കിളിന്റെ പേരെന്താന്ന് ചോദിക്കേ. താങ്ക്സ് പറ. എല്ലാ അയ്യപ്പന്റെ അനുഗ്രഹം ചെല്ല. അങ്കിൾ അങ്കിൾ അങ്കിളുടെ പേരെന്താ നമ്മ ചോദിക്കുന്നു. ഇതെന്തൊരു മനുഷ്യനാ, പേര് പോലും പറഞ്ഞില്ലല്ലോ.
പേര് സുകുമാരൻ. അങ്കിൾ എന്താ പേര് കടലാസിൽ എഴുതന്നത്? മൗനം വ്രതത്തിലാണോ? പാവം ഊമയാണ്. ശാസ്ത്രമേ, വാ. ഉക്കര ഓ, രഹസ്യം ദൈവത്തിന്റെ കയ്യിലല്ലേ? എങ്ങനെയാണടാ ഒരു ചെറിയ വിത്തിന്റെ അകത്തുനിന്ന് വലിയൊരു മരം ഉണ്ടായി വരുന്നത്? ഈ വലിയ മരത്തെ ഒളിച്ചു വെക്കാൻ ചെറിയ ഒരു വിത്തിനെ എന്തിനാടാ ദൈവം ഉണ്ടാക്കിയത്? ആ വലിയ മരത്തെ നിമിഷ നേരം കൊണ്ട് തിന്നു തീർക്കാൻ ചെറിയ പുഴുക്കളെ എങ്ങനെയാടാ ദൈവം സങ്കല്പിച്ചെടുത്തത്? നിങ്ങൾ ട്രൂലി ഒരു ഫിലോസഫർ അമ്മ. നിങ്ങളുടെ മനസ്സിൽ ഒരു സന്യാസിനിയുണ്ട്. നിങ്ങളുടെ മുഖത്ത് ആ ദൈവീക തേജസ് ഉണ്ട്. നിന്റെ ഒരു ഗുണം ഇതാണടാ, വേണ്ടത് വേണ്ട നേരത്ത് കാണും. ദൈവീക തേജസ് കാണേണ്ടപ്പോ അതല്ല, ചെകുത്താന്റെ മുഖം കാണണമെങ്കിൽ അത് ശരി. എന്താ ഇപ്പൊ വന്നത്? അമ്മ, കുറച്ച് പേപ്പറുകളിൽ സൈൻ ചെയ്യണം. ഏത് പേപ്പർ? എന്ത് സൈൻ? എനിക്ക് വയസ്സായടാ. നീയും ബാലുവും പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഫയൽ ഒപ്പിട്ട് ഞാൻ ക്ഷീണിക്കുന്നില്ല. ഉള്ള ആരോഗ്യം അതുപോലെ സൂക്ഷിക്കണ്ടേ? അതുകൊണ്ട് ഈ പേപ്പറിലും നീ തന്നെ ഒപ്പിട്ടോ. ഏത് പേപ്പറെന്നറിയാതെ എങ്ങനെ അമ്മ ഞാൻ ഒപ്പിടാൻ പറയുന്നത്? അമ്മയ്ക്ക് അറിയില്ലല്ലോ ഏത് പേപ്പറാണ് ഞാൻ കൊണ്ടുവന്നതെന്ന്. അമ്മ കാര്യമില്ലാതെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. അത് ബാലു സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അറിയാവോ? ഓ, ഈ പേപ്പേഴ്സ് ഏതാന്ന് വെച്ചാൽ അരുണ എംപോറിയത്തിന്റെ കേസ് പേപ്പേഴ്സ്. അമ്മ അത് എനിക്കിത് എങ്ങനെ അറിയാമെന്നായിരിക്കും. എനിക്കറിയാം. നിന്റെ മേശപ്പുറത്ത് മൂവ് ചെയ്യുന്ന ഏത് പേപ്പറും ആരയച്ചതാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അതിനിപ്പോ സന്യാസിനിയൊന്നും ആവണ്ട, ദിവ്യദൃഷ്ടിയും വേണ്ട. നല്ല ഒരു മാനേജിങ് ഡയറക്ടർ ആയിരുന്നാ മതി. എങ്ങനെ അറിഞ്ഞു ആ പേപ്പർ ഏതാണെന്ന്? എനിക്കതറിയണം. മോനെ ബാലു, ചില കാര്യങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാം, ചില കാര്യങ്ങൾ ജീവിതത്തിലൂടെയും അനുഭവത്തിലൂടെയും മാത്രമേ പഠിക്കാൻ കഴിയൂ. ശരി ശരി അമ്മ, ഇതിലൊന്ന് ഒപ്പുവെക്കണം. ഇന്ന് രാവിലെ കൊറിയറിൽ അയക്കാനുള്ളതാ. വക്കീല് പേപ്പർ ശരിയാക്കി തന്നത് ഇപ്പോഴാ. കൂടുതൽ സംസാരിക്കാതെ വേഗം ഒപ്പിട്. ഞാൻ ഈ കടലാസിൽ ഒപ്പുവെക്കില്ല.